السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ഏറെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജൗവിദിൽ മദ്ദിൻ്റെ പുതിയൊരു ഇനമാണ് പഠിക്കുന്നത്. അൽ മദ്ദുൽ ലാസിം എന്ന മദ്ദിനെ പറ്റിയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മദ്ദിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളെപ്പറ്റി പഠിച്ചു. അടിസ്ഥാനപരമായ സാധാരണയുള്ള അൽ മദ്ദുൽ അസ്ലി, 2 ഹറക്കത്തുകൾ നീട്ടേണ്ട അൽ മദ്ദുൽ അസ്ലിയെ പറ്റി പഠിച്ചു. അതുപോലെ അൽ മദ്ദുൽ ലാസിം അല്ലെങ്കിൽ അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ എന്നിവയെ പറ്റി പഠിച്ചു. അതായത് മദ്ദിന് ശേഷം ഹംസ വരുമ്പോൾ നമ്മൾ 4-5 ഹറക്കത്തുകൾ നീട്ടണം എന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് അൽ മദ്ദുൽ ലാസിമിനെ പറ്റിയാണ് പഠിക്കുന്നത്. അൽ മദ്ദുൽ ലാസിമിൻ്റെ നിർവചനം എന്തെന്ന് ചോദിച്ചാൽ, മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം അസ്ലിയായ സുക്കൂന് വരുമ്പോഴാണ് അൽ മദ്ദുൽ ലാസിം ഉണ്ടാവുക. അപ്പോൾ അതിന് ധാരാളം ഉദാഹരണങ്ങളും ഇനങ്ങളുമുണ്ട്. ദീർഘമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിലേറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് മദ്ദിന് ശേഷം ഷദ്ദ വന്നാൽ അവിടെ അൽ മദ്ദുൽ ലാസിമാണ് നമ്മൾ നീട്ടേണ്ടത് ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. കാരണം ഷദ്ദ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സാക്കിനായ ഒരു അക്ഷരവും ഹറക്കത്തുള്ള ഒരു അക്ഷരവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഷദ്ദയുള്ള ഒരു അക്ഷരമായി തീരുക. അപ്പോൾ ഷദ്ദയുള്ള അക്ഷരങ്ങൾ മദ്ദിന് ശേഷം വന്നാൽ അവിടെ അൽ മദ്ദുൽ ലാസിമാണ്. അൽ മദ്ദുൽ ലാസിം എന്ന് പറഞ്ഞാൽ അവിടെ 6 ഹറക്കത്തുകളാണ് നീട്ടേണ്ടത്. കഴിഞ്ഞ മദ്ദുകളിൽ 4 ഹറക്കത്തുകളൊക്കെയാണ് നീട്ടേണ്ടിയിരുന്നത്. എന്നാൽ ഈ മദ്ദിൽ അൽ മദ്ദുൽ ലാസിമിൽ 6 ഹറക്കത്തുകളാണ് നീട്ടേണ്ടത്. അൽ മദ്ദുൽ ലാസിമിൻ്റെ ഈ പറഞ്ഞ ഇനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ കാണാൻ കഴിയും. ഇവിടെ നമ്മൾക്ക് മദ്ദ് കാണാം, മദ്ദിന് ശേഷം ഷദ്ദയുള്ള ലാം കാണാം. അതുകൊണ്ടാണ് നമ്മൾ 6 ഹറക്കത്തുകൾ നീട്ടുന്നത്. മദ്ദിൻ്റെ മറ്റൊരു ഇനമാണ് സൂറത്തുകളുടെ ആരംഭത്തിൽ കാണുന്ന അക്ഷരങ്ങൾ, അൽ ഹുറൂഫുൽ മുഖത്തഅ, ഏതുപോലെ അലിഫ് ലാം മീം, അതുപോലെ ഹാ മീം, അങ്ങനെയുള്ള അക്ഷരങ്ങളിലൊക്കെ നീട്ടേണ്ട മദ്ദ് ചെയ്യേണ്ട അക്ഷരങ്ങളുണ്ട്. ഉദാഹരണത്തിന് അലിഫ് ലാം മീം, അത് അൽ മദ്ദുൽ ലാസിമാണ്. ഇവിടെ നമ്മൾക്ക് അൽ മദ്ദുൽ ലാസിമിൻ്റെ ഒരു പദവും കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. 18ാമത്തെ ആയത്തിൽ നമ്മൾക്ക് കാണാം വലാ തഹാബൂന. ഇവിടെ നമ്മൾ ഇങ്ങനെ നീട്ടി ഓതുന്നത് എന്തിനാണ്? 6 ഹറക്കത്തുകൾക്ക് തുല്യമായി നീട്ടുന്നത് എന്തിനാണ്? ഇവിടെ ഹാക്ക് ശേഷം മദ്ദുണ്ട് അല്ലേ, ചെറിയ അലിഫിൽ നമ്മൾക്കത് കാണാൻ കഴിയും. ആ മദ്ദിന് ശേഷം ഷദ്ദയുള്ള ളാദിനെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മൾ ദീർഘിപ്പിക്കുന്നു, 6 ഹറക്കത്തുകൾ ദീർഘിപ്പിക്കുന്നു. ഇതുപോലെയുള്ള മദ്ദാണ് സൂറത്തുൻ നാസിആത്തിലും അബസയിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അസ്സാഖ, അതുപോലെ അത്താമ്മ. ഇവിടെയൊക്കെ മദ്ദുൽ ലാസിം ഉള്ളത് എന്തുകൊണ്ടാണ്? മദ്ദിന് ശേഷം ഷദ്ദയുള്ള അക്ഷരങ്ങൾ വന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.